അപ്പൊ ലഞ്ച് ബോക്സ് അങ്ങ് നോക്കിയാലോ, ഇന്നലെ അവധിയല്ലായിരുന്നോ? ഇപ്പൊ പിള്ളേർക്ക് ഇഷ്ടംപോലെ അവധി കിട്ടുന്നുണ്ട്. ഓരോരോ എന്തോ വിദ്യാഭ്യാസ ബന്ദ് അത് ഇത് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ. അപ്പൊ ചോറ് വെച്ച് ഈ പൊടി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന പോലെ ഈ വാഴയില ഞാൻ പതുക്കെ ചോറിടുന്നത് കേട്ടോ. കാരണം പൊട്ടിപ്പോയാ പോയി. പിന്നെ അതൊരു മെനക്കേടാവും. പിന്നെ അപ്പം നെത്തോലി പീര, ഞാൻ പീര വെക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഒന്ന് കാണണേത്. അപ്പൊ ചിലവരതിന് കമന്റും ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാ വെക്കുന്നേ. അപ്പൊ നെത്തോലി തോരൻ, തോരനും വെച്ച് നെത്തോലി തന്നെ ഫ്രൈയും ചെയ്ത് നല്ലയാട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് പിന്നെ ഏത്തയ്ക്ക തോരനാന്നേ. അത് ഏത്തയ്ക്ക ഞാൻ അതിനകത്ത് ചോറിനകത്ത് തന്നെ അങ്ങ് വെച്ച് എല്ലാം കൂടി ഈ ഇലക്കകത്ത് പൊതിഞ്ഞു പൊതിഞ്ഞു വെച്ച സ്ഥലം കിട്ടത്തില്ല. പിന്നെ മീൻകറിയും വെച്ച് മോന്റെ ചോറ് ഞാനങ്ങ് റെഡിയാക്കി വെച്ചേ. എൻ്റെ കയ്യിലെ മൈലാഞ്ചി കൊള്ളാവോ? മൈലാഞ്ചിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മൈലാഞ്ചി ഇടണം ആവശ്യമുള്ളവർ ഞാനത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കൊച്ചിനെ വിളിച്ചോണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോക്ക് ചോറെടുത്ത് അവക്ക് ഈ നെത്തോലി വേണ്ട. നെത്തോലി വീട്ടിലാണേ കൂട്ടും, മുള്ളാന്ന് പേടിയാ. അതുകൊണ്ട് ഞാൻ ഈ മീൻ മേടിക്കുമ്പോൾ ശകലം ചൂരയും കൂടെ മേടിക്കും. ഇല്ലെങ്കിൽ എനിക്കൊരു വിഷമം അവക്ക് കൊടുത്തില്ലെങ്കിലേ. അപ്പൊ അവക്കും ചോറും വെച്ച് തോരനും വെച്ച് അവക്ക് പീരയും വേണ്ട. അപ്പം അവളുടെ ചോറും റെഡിയായി. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ